സമ്മതിച്ചു. നമുക്ക് കുട്ടികളുടെ കാര്യം പറഞ്ഞോ? നമുക്ക് കുട്ടികളുടെ കാര്യം പറഞ്ഞില്ല. അതെല്ലാം പറഞ്ഞാൽ കുഴപ്പമാ. അതൊക്കെ പിന്നെ പറയാം. എനിക്ക് നിന്നോട് സ്നേഹമാണെന്നും നിന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു. ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മയ്ക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഉടനെ പോകണം. വരൂട്ടി. എടാടാ, ഞങ്ങള് പെണ്ണുങ്ങൾ വർത്താനം പറയുന്നിടത്തെ നിനക്കെന്താ കാര്യം? നീ അവിടെ നിൽക്കൂ. വരൂ. അയ്യോ, അതൊന്നും സാരമില്ല. ഈ ആചാരങ്ങളൊക്കെ ഞാനങ്ങ് വിട്ടു. കാലം മാറി വരികയല്ലേ. വരൂ, ഇരിക്കൂ. വേണ്ട, ഇരിക്കൂട്ടി. അപ്പോ നിങ്ങള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. നീ ഒരു ക്രിസ്ത്യാനി, അവനൊരു ഹിന്ദു. ഈ വിവാഹം ശുഭമാവുമോ? ഒരു തെറ്റും എന്നിൽ നിന്നും ഉണ്ടാവില്ല. ഞാൻ എന്തും സഹിക്കും. ഇരിക്കൂ, ഇരിക്കൂ. ശശി ഒരു ഭ്രാന്തനാണ്. അവൻ പറയുന്നതൊന്നും കേട്ട് നീ ഇളകരുത്. അത് നിന്റെ ഭാവിക്കും ദോഷമായിരിക്കും. അതുകൊണ്ട് നീ അവനോട് തീർത്ത് പറയണം, ഈ വിവാഹം നിനക്ക് ഇഷ്ടമില്ല എന്ന്. ആന്റി എന്നെ നിർബന്ധിക്കരുത്. ഈ ജീവിതത്തിൽ എനിക്ക് ശശിയെ പിരിയാൻ കഴിയില്ല. ആന്റിയോ? എടി, നീ എന്റെ മകനെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? എടി, എന്റെ മകൻ ആരെന്ന് വിചാരിച്ചു നീ? ഇറങ്ങി വഴിക്ക് പുറത്ത്. എടി, ഇറങ്ങി. എടി, ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? എനിക്കെല്ലാ ഭ്രാന്ത് നിനക്കാണ്. എടാ, മിണ്ടിപ്പോകരുത്. നിന്നെ ഞാൻ കൊന്നുകളെ. എടി, അനാവശ്യം കാണിക്കുന്നു. അനാവശ്യം കാണിക്കുന്നു. ഇറങ്ങി. എടി, നിന്റെ പോ. Julie, I said don't go, Julie. Julie, Julie. Yes, mummy. മോളെ, നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കുന്നു മോളെ. We are so lucky. ഉടനെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. നാളത്തെ മെയിലിൽ തന്നെ നമ്മൾ മദ്രാസിലേക്ക് പോകും. പാസ്പോർട്ടിന് ടിക്കറ്റിന് വേണ്ട ഏർപ്പാടെല്ലാം ജിമ്മി ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തെ യാത്ര. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തുക. ഇതാണ് മോന്റെ സ്വഭാവം. നിങ്ങൾ ഒരുത്തനാണ് അവനെ വഷളാക്കിയത്. ശശി, ശശി, നിന്റെ അമ്മ പറഞ്ഞതെല്ലാം നേരാണോടാ? നേരാണോടാ ഇത്? അതെ. പഠിക്കാന്റെ കാരണത്ത് എടാ, ഹിന്ദുക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജാതിയിൽ നിന്ന് നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാലും ഞാൻ സഹിക്കുമായിരുന്നടാ. ഈ വൃത്തികെട്ട ചട്ടക്കാരത്തെ നീ കണ്ടുള്ളൂ അല്ലേ? സംസ്കാരമില്ലാത്ത തെണ്ടി പെണ്ണ്. അവള് പിന്നെ ആരാടി? നിന്റെ അച്ഛനോ? അച്ഛന്റെയും അമ്മയുടെയും മകൻ. 3 നേരം പൂജിക്കുന്ന അമ്മയുടെ മകൻ. എന്റെ ചേട്ടൻ. ജൂലിയെ പറഞ്ഞു ചതിച്ച് ഗർഭിണിയാക്കിയ ഈ മനുഷ്യൻ. ആ പാവപ്പെട്ട പെണ്ണ് ഇന്നൊരു കുഞ്ഞിന്റെ അമ്മയാണ്. ജോണി പറഞ്ഞു വീട്ടു സാധനങ്ങളെല്ലാം വിൽക്കണമെന്ന്. റിച്ചർഡ് വിചാരിച്ചാ കുറച്ച് കൂടുതൽ വില കിട്ടും. ഞാൻ ശ്രമിക്കാം. താങ്ക് യു. ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയാലുടനെ ജോലിക്ക് ജോലി കിട്ടും. റിച്ചർഡിനും ജോലിക്ക് ശ്രമിക്കട്ടെ. വരുമോ? കാപ്പി വേണോ ചായ വേണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട. അതൊന്നും പറ്റില്ല. എന്തെങ്കിലും കഴിച്ചു നോക്കുള്ളൂ. Come on, sit down, sit down. I bring you coffee. Julie, come dear.
ഹലോ ചേച്ചി. ഹലോ, ഹവായി. ജൂലി, നീ എന്താ എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് ഞാനുണ്ട് ജൂലി. ചേട്ടനെ വേദനിപ്പിച്ചതൊന്നും പോരായിരിക്കും. അതെല്ലാം നമുക്ക് മറക്കാം. മമ്മി എല്ലാം UK പോകട്ടെ, നമുക്കിവിടെ താമസിക്കാം. ജൂലി, ഐ വിൽ മാരി യു. പ്ലീസ്. Bring it, bring it. Good morning, sir. മോർണിംഗ്. മിസ്സസ് മോറിസും കുടുംബവും ഇന്ന് ഇംഗ്ലണ്ടിലേക്ക് യാത്രയാകണമെന്ന് ഞാൻ അറിഞ്ഞു. യെസ്, ഞങ്ങൾ ഇന്ന് മെയിലിന് പോവുകയാണ്. മദ്രാസിൽ 2 ആഴ്ച താമസം കാണും. മിസ്റ്റർ മോറിസിന്റെ ചില സ്പെഷ്യൽ ക്ലെയിംസ് എല്ലാം അനുവദിച്ചു വന്നിട്ടുണ്ട്. ഏകദേശം 3000 രൂപയോളം വരും. വേണമെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് പോവാം. വളരെ ഉപകാരം, സാർ. നിങ്ങൾ മദ്രാസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അത് കിട്ടാൻ വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്തോളാം. താങ്ക് യു, സാർ. മറ്റാരോടും ഇല്ലെങ്കിലും മിസ്റ്റർ മോറിസിനോട് എനിക്ക് ചില വ്യക്തിപരമായ കടപ്പാടുകളുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ എല്ലാവരും ഒരു പേപ്പർ ഒപ്പിട്ട് തരേണ്ടതായിട്ടുണ്ട്. മെയിൽ പോകുന്നതിന് മുമ്പേ സമയം കാണുമോ, സാർ? ഓ, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി എന്റെ ക്വാർട്ടേഴ്സിൽ വന്നാൽ മതി. ഞാൻ ഫയൽ അവിടെ വരച്ചു വെപ്പിക്കാം. ശരി, സാർ. വരാം. Come on, go and get other things. മമ്മി, ജൂലി, ഞാൻ പോകുന്നു. നിങ്ങളെ യാത്രയാക്കാൻ സ്റ്റേഷനിലേക്ക് ഞാൻ വരില്ല. ഗുഡ് ബൈ. Thank you, sir. ഇതിലെല്ലാവരും ഓരോ ഒപ്പിട്ടെ. ഈ നാട് വിട്ടു പോകുന്നതിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? No, no, I am very happy, sir. ദേവകി, എന്റെ ഭാര്യ അറിയില്ലേ? കണ്ടിട്ടുണ്ട്. ജൂലി ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും. നീ അറിയില്ലേ? ജൂലിയറ്റിന്റെ മമ്മിയാണ്. Glad to meet you. ശശി, ശശി. ഇതാണ് എന്റെ മകൻ ശശി. നിങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ടെങ്കിൽ പോകാം. ഇതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. ഇംഗ്ലണ്ടിൽ ചെന്നതിന് ശേഷം അഡ്രസ് മാത്രം ഒന്നും കൂടെ എഴുതി അറിയിച്ചാൽ മതി. ഉഷേ, എന്താ? എന്റെ മകന്റെ കുട്ടിയാണ്. കുറച്ചു കാലം ഈ കൊച്ചു കള്ളൻ അനാഥാലയത്തിലാണ് വളർന്നത്. ഈ ലാസ്റ്റ് മിനിറ്റിൽ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് മിനിറ്റ് അല്ല മിസ്സസ് മോറിസ്, ഇത് ആദ്യത്തെ മിനിറ്റാണ്. നമ്മുടെ രാജ്യത്തെ വൃത്തികെട്ട ചില അനാചാരങ്ങളെയും വിശ്വാസങ്ങളെയും കഴുകിക്കളയുന്ന ആദ്യത്തെ മിനിറ്റ്. ഒരു ഹിന്ദുവിന് ക്രിസ്ത്യാനിയിൽ ഇതുപോലെ രോമനക്കുഞ്ഞ് ജനിക്കാമെങ്കിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടിച്ചേരുന്നതിന് കൃഷ്ണനും എതിരല്ല, ക്രിസ്തുവും എതിരല്ല എന്നർത്ഥം. നിങ്ങൾ ആരും ഇംഗ്ലണ്ടിന് പോകുന്നില്ല. ഇംഗ്ലണ്ട് അല്ല നിങ്ങളുടെ മാതൃരാജ്യം, ഇന്ത്യയാണ്. നമ്മൾ ബന്ധുക്കാരാണ്, സ്വന്തക്കാരാണ്. നമ്മൾ ഒരു കുടുംബമായി ജീവിക്കും. ജൂലിയുടെയും ശശിയുടെയും ഈ കുഞ്ഞ് ഒരു ഹിന്ദുവുമല്ല, ക്രിസ്ത്യാനിയുമല്ല. അവൻ ഒരു ഇന്ത്യൻ പൗരനാണ്.